മേലോട്ട് വലിക്കുക, അങ്ങനെ പല പല വേലകളുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ അസുഖക്കാരൊക്കെ ആക്കി എന്നിട്ട് നമ്മുടെ കൺട്രോൾ ഇവരെ ഏറ്റെടുത്ത് നമ്മുടെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം ഇവർക്ക് മനസ്സിലായത്. അപ്പൊ എപ്പോഴും നമ്മൾ ആരെയായാലും നമ്മുടെ ഫാമിലി എത്ര ഇനി എന്താന്ന് പറഞ്ഞാലും ശരി നമ്മൾ ശ്രദ്ധിച്ചോണം, മനസ്സിലായില്ലേ? നമുക്കൊരു ആരെന്ന് പറഞ്ഞാലും ശരി നമ്മളൊരു ശ്രദ്ധ വേണം. എന്താണ് നമ്മൾ കഴിക്കുന്നത്, എന്താണ് ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. മറ്റേ ആരായാലും ശരി, പാർട്ട്ണർ ആയാലും ശരി, ആരെയായാലും ശരി, അന്ധമായിട്ട് വിശ്വസിക്കുന്നത് ഭയങ്കര ആപത്താവും, മനസ്സിലായോ? നമ്മള് മോനോട് ഇവിടെ വന്ന് കണ്ടുള്ള സ്നേഹം കൊണ്ട്, ഒരു ബ്രദർ എന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞത്, നമ്മുടെ ഇതിൽ കൂടെ വന്നത് കൊണ്ട് നമ്മുടെ വെള്ളത്തിനകത്ത് അതുപോലെ കലർത്താൻ വേണ്ടിയിട്ട് ഒരു കണ്ടാനുണ്ട് ഇപ്പൊ ഇവിടെ. മോനൊക്കെ അറിയാനും ചിലപ്പോൾ എന്തുവാ പണ്ട് അയാളുടെ പേര് എന്തായിരുന്നു, ഒരു റെജി എന്നൊക്കെ പറയുന്ന കണ്ടാനന്മാരെ അറിയാമോ? റെജി, കൊച്ചു, രവി എന്നൊക്കെ പറയുന്നവരെ അറിയോ മോന്? വിദ്യാധരനും പിന്നെ അപ്പന്മാരുടെ പേര്. അയാളുടെ ഒരു കൊച്ചുമോനെ കൊണ്ട് നമ്മുടെ വെള്ളത്തിനകത്ത് നമ്മൾ 11 മണി രാത്രി പിടിച്ചു കൈയോടെ പിടികൂടി. അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്, മനസ്സിലായോ? അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ 2019 നമ്മളിവിടെ തന്നെ നിൽക്കുന്നതോളം കറുത്ത് വരും, ദിവസത്തിനും കറക്കുക, മനസ്സിലായോ? അപ്പം നമുക്കറിയാലോ നമ്മുടെ കളർ എന്തുവാണെന്നും ഇങ്ങനെ നമ്മൾ ചെവി വരെ ഇങ്ങനെ കറുത്തു. അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്താ ഇങ്ങനെ, നമുക്ക് അറിയത്തില്ല എന്തുവാണെന്നുള്ളത്. അപ്പോഴെന്ന് ഞാൻ ഇവിടെ ഒരു കുപ്പിക്കകത്തുനിന്നൊരു നമ്മുടെ അവിടെയൊക്കെ കെട്ടാൻ നേരത്ത് കുപ്പിക്കകത്തുനിന്ന് വലിയൊരു ഇത് കിട്ടി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടോത്രം പോലെ കാരണം വലിയൊരു കുപ്പിക്കകത്ത് തവിടും ഇതൊക്കെ കിട്ടി. ഇതൊക്കെ അനുഭവം ഉണ്ടോ? അന്നേരം ഇത് കിട്ടിയപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്തു, നമ്മളിവിടെ വെച്ച് പറഞ്ഞ ഓരോ ദൈവത്തിന്റെ നമ്മളോട് നമ്മളെ കാണിച്ചു തരുന്നതിന്റെ ആലോചിക്കണം. ഞങ്ങൾ ഇവിടെ ജോലിക്ക് വരുന്നൊരു മൂപ്പരുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാതെ വേറെ മോളെ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ആ പെൺകൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് 11 മണിയായപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും കെഞ്ചേക്കാര് ഉറങ്ങാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഈ ഗ്രില്ലറിയാതെ മോനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എല്ലാ ലൈറ്റും കൂടെ ഒറ്റയടിക്കാൻ മോപ്പാണെന്ന് മനസ്സിലായോ? അപ്പൊ എന്റെ മനസ്സിൽ നമ്മളൊരു വക്കീലാണ്, എന്റെ മനസ്സിൽ എന്തോ ഒരു സംശയം, ഒരേ അടിച്ചുള്ള ലൈറ്റ് ഓഫ് ചെയ്തു. ചിലപ്പോൾ മോന്റെ പോയി, ചിലപ്പോൾ ലൈറ്റ് വേണം, മോന്റെ അമ്മയുടെ പോയി. അപ്പൊ നിങ്ങൾ ഒരേ സമയത്ത് എന്തായാലും ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ സെൻസ് ആണ്, മനസ്സിലായില്ലേ? അതൊക്കെ നമ്മുടെ നമുക്ക് ദൈവം തരുന്ന ഇതാണ്. എന്താ അങ്ങനെയെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഒരു സംശയം തോന്നി, എന്താണ് അങ്ങനെ ഒരു സഡനായിട്ട് എന്തോ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലയോ. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഓഫ് ആക്കുക. പിന്നെ അടുക്കളയിൽ അതുവരെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ എന്നിട്ട് നമ്മൾ കുറച്ച് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെളിയിൽ ഇറങ്ങി. ഞങ്ങൾ തിരിച്ചു വരുവാണ്. അവരെ കുളമില്ലേ, നിങ്ങൾ ആ വഴിയിലോട്ട് പോകുന്ന കുളത്തിൽ അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവൻ ആ കണ്ണാറ്റത്തിന് ഒരു മൊബൈലുമായിട്ട് ഇങ്ങനെ ഓടി ലൈറ്റ് കത്തിച്ച് വരും. അവന്റെ മൊബൈലിനകത്ത് വെളിച്ചമുണ്ട്. അപ്പൊ അവൻ ശരിക്കും നമ്മളെല്ലാം ഉറങ്ങിയെന്നുള്ളതാണ് അവന്റെ വിചാരം, മനസ്സിലായില്ലോ? ഇവരിങ്ങനെ ഓടി മൊബൈലുമായിട്ട് ഇങ്ങനെ വരിക ലൈറ്റൊക്കെ കത്തിച്ച്. അപ്പൊ എന്റെ മുന്നിലോട്ടാണ് വന്ന് ചാടുന്നവൻ. ഞാൻ നീ എവിടെ പോടാ, എടുത്തവായിരുന്നു, നീ എവിടെ പോടാ ഈ പാതിരാത്രി നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ എടുത്ത വാരി പറയുകയാണ്, എന്തുവാ ഞാൻ അത് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയത്. അപ്പൊ ഇവൻ കള്ളം പറയുന്നത് ഇവന്റെ വീടെന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു 500-600 മീറ്റർ മാറിയാണ്. ഇവന്റെ അവിടോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, കാടാ. നിങ്ങളുടെ എന്നിട്ട് കുട്ടച്ചാറയൊക്കെ വടക്കോട്ട് പോകുന്നതിന് കാടാൻ അറിയാവോ? അങ്ങോട്ടൊന്നും വഴിയില്ല. അപ്പൊ ഞാൻ ചേട്ടാ, സാധാരണ ആൾക്കാർ നിന്റെ വീട്ടിൽ ഇവിടുന്ന് ഒരു 600-700 മീറ്റർ ഉണ്ട്, ഏടാ നീ മൂത്രം ഒഴിക്കണമെങ്കിൽ നിന്റെ ഞാൻ ചേട്ടാ സാധാരണ ഉണ്ടെങ്കിൽ അവരുടെ വീടിന്റെ ചുറ്റിനും വലിയ മൂത്രം ഒഴിക്കുന്നത്. നീ എന്തുവാടാ നിന്റെ വീട് നോക്കിയിട്ട് 600 മീറ്റർ കാട്ടിക്കൂടെ തോന്നാം നീ മൂത്രം ഒഴിക്കുന്നത്. ഇപ്പോൾ ഒറ്റയിടയിൽ തന്നെ നീ മൂത്രം ഒഴിക്കണം നിർബന്ധം. എന്തുവാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ കള്ളമൊക്കെ പറയുന്നത്. ഇവൻ പ്ലേറ്റ് മറ്റൊരു ഒരുത്തന്നെ ഓടിയെന്നാ കേട്ടോ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കും, ഒരാൾ ഓടിപ്പോന്നെ കണ്ടില്ലല്ലോടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് ഒറ്റയ്ക്കുള്ളതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടെങ്ങനെ അടിച്ചു പൊളിച്ച് കയറി മോഷണത്തിലല്ല കൊണ്ട്. അപ്പൊ ഇതിന്റെ കൈ രണ്ടേ കൂടെ പൊക്കിയിട്ട് ഞാൻ എന്റെ ടൂൾസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് സത്യം. അപ്പൊ അവന്റെ മനസ്സിൽ അതിന് വന്നതല്ല അവൻ. അപ്പൊ അവന് ആ ഒരു അപ്പൊ ഉടനെ അവൻ അങ്ങ് ഇതാക്കി. എന്ന് വെച്ചാൽ അവന്റെ ഉദ്ദേശം ഇപ്പൊ വേറെയാണെന്നുള്ളത് കറക്റ്റ് ആണ്. ഞാൻ അതിന്റെ ടൂൾസ് ഇല്ലല്ലോ എന്ന് പറയുക, എന്നോട് കൈ രണ്ടും പൊക്കി കാണിക്കുക. അപ്പൊ അത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്, മനസ്സിലായില്ലയോ? എത്ര കള്ളം ചെയ്യുന്നവരെയും പിടിക്കാൻ പറ്റും കേട്ടോ മോനെ. എന്തെങ്കിലുമൊക്കെ കോൺട്രഡിക്ഷൻസ് ഇവർ വരുത്തി വെക്കും. ഇവരുടെ ഉദ്ദേശങ്ങൾ ഫുള്ള് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും, നന്നായിട്ട് കുറഞ്ഞാൽ മതി.
അങ്ങനെ എന്ത് ഇവൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവൻ ഇങ്ങനെ പോക്കറ്റ് ഇങ്ങനെ പിടിക്കുകയുണ്ട് പോക്കറ്റിനകത്ത്. പക്ഷെ അന്നേ നമ്മൾ പോക്കറ്റിനകത്ത് തപ്പി പിടിക്കേണ്ട തന്നെയാണ് എനിക്ക് കൊണ്ടുവരുന്നതിനുള്ളത്. പക്ഷെ ഒരു ആൺചെറുക്കനല്ലേ, ഇപ്പൊ നമ്മളെങ്ങനെ പെണ്ണുങ്ങൾ അവന്റെ പോക്കറ്റിലൊക്കെ പിടിച്ചതായിരുന്നുള്ളത് നമ്മൾ വിട്ടതാണ്. വേറെ അയാളോട് പറയേണ്ട അവന്റെ പോക്കറ്റൊന്നും തപ്പാൻ പറയേണ്ട വന്നത്. പക്ഷെ അന്നേരം അങ്ങോട്ട് പോയില്ല. ഇങ്ങനെ എന്നിട്ട് അപ്പൊ പിന്നെ നമുക്ക് ഇവിടുന്ന് അതുപോലെ ഞാൻ ഇവിടുന്ന് കുറച്ച് ദിവസം വേറെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്ന് അപ്പോഴേക്കും നമ്മുടെ കളർ ഇരിക്കുമ്പോൾ 1-2 ദിവസം കൊണ്ട് കളർ ഫുൾ വൈറ്റ് ആയി. നമ്മളെ ഇത് അടിച്ച ഇപ്പോഴും കറപ്പിച്ച് വെക്കുന്നത്. നമ്മൾ ചില ദിവസം വെളുത്തിരിക്കും, ചില ദിവസം കറപ്പിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു കളറ് കേട്ടോ. എന്തോ ആ എന്നിട്ട് നമുക്ക് അപ്പൊ നമ്മൾ നമ്മുടെ അപ്പൊ അവര് പറഞ്ഞു മോളൊന്നും വെളുത്തല്ലോ. ഇവർക്ക് അതൊന്നും ആദ്യം അറിയത്തില്ല, ഇവർക്കും അവർക്കും എന്ത് കളർ വ്യത്യാസം. അപ്പൊ ഞാനിത് പറയുന്നുണ്ടായിരുന്നു. ഇനി അപ്പൊ ഞങ്ങളുടെ ഒരു ദിവസം നമ്മുടെ ഒരു ഡൗട്ടാണ്, നമ്മുടെയൊക്കെ നമ്മുടെ മണ്ണാർക്കാല അമ്പലത്തിൽ പോയി അവിടുന്ന് ഈ ഇറക്കിയ മണ്ണും വാരി കൊണ്ടുപോയി. അപ്പൊ എന്നുവെച്ചാൽ അമ്പലത്തിലല്ല വീട്ടപ്പോ ഞാൻ കർത്തദോഷം ഇങ്ങനെ കറുത്ത് വരുന്നില്ല. പിന്നെയാണ് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലായി കളർ മാറണം. അപ്പൊ എന്തൊക്കെയോ ഇങ്ങനെ പിടിക്കുക അങ്ങനെ എല്ലാം കൂടെ നമുക്ക് മനസ്സിലായി എന്തൊക്കെയോ കളത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളത്തിനകത്ത് ബ്രൗൺ കളർ അടിക്കണം. അങ്ങനെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ സ്ലാബൂട്ടി പോയി വെള്ളം പിടിച്ചു വെക്കുക. അപ്പൊ സഡനായിട്ട് നിന്ന് വെള്ളം പിടിക്കുമ്പോൾ നല്ല വെളുത്ത പാത്രം ഏതാ വെള്ളം ഏതാന്ന് തിരിച്ചറിയത്തില്ല. അങ്ങനെയാണല്ലോ നല്ല വെള്ളം പിടിച്ചാൽ. പാത്രത്തിന്റെ വെള്ളം കിടന്ന് അറിയത്തില്ലോ നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ. അപ്പൊ അതുകൂടി ഇരിക്കുക പാത്രം. നെക്സ്റ്റ് അവിടെ ചെല്ലുമ്പോഴേക്കും പോനെ അപ്പൊ ഞാനിവിടെ കൊണ്ടുവന്ന് എല്ലാം നോക്കി കറക്റ്റ് ആയിട്ടല്ല. നെക്സ്റ്റ് വെള്ളത്തിന് ബ്രൗൺ കളർ മനസ്സിലായി. കളർ എന്ന് വെച്ചാൽ നല്ല ബ്രാൻഡി കളർ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഈ കളർ മാറ്റാൻ വേണ്ടി ഇതെന്തോ കലക്കി ഡൈ പോലെ എന്തോ മനസ്സിലായോ. ഡൈ ആണ് എന്തോ ഡൈ ആണ് നമുക്ക് ഈ കലക്കുന്നത്. പിന്നെ ആസിഡ് കലക്കുക നമ്മുടെ മുടി ഒഴിക്കാൻ പല പല പരിപാടിയാണ്. ആസിഡ് നമ്മുടെ വെള്ളത്തിനകത്ത് മനസ്സിലായോ. നമ്മുടെ മുടി ഈ ബോൾഡ് ആവുന്ന എങ്ങനെയാ അറിയോ, ഇതെല്ലാം കളകളാണ്. നമ്മളുടെ വെള്ളത്തിനകത്ത് ആസിഡ് കലക്കി കഴിഞ്ഞ ആൾക്കാർ ഉദ്ദേശമാണ്. അപ്പൊ അതിനാണ് ഇവന് ഈ കാർ ഇങ്ങനെ നിരക്കിലായിട്ട് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരാൾ പ്രഷർ കൂടി ഒരാൾ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞാൽ നിമിഷ നേരം അവിടെ എത്താനാണോ അല്ലയോ നോക്കുന്നത് മോൻ പറ. ഇവനിങ്ങനെ കാർ ഇങ്ങനെ നിരക്കേ കള്ളൻ.
അപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ചു, ഇതെന്താ ഈ കാർ ഇങ്ങനെ നിരക്കുന്നത്? സാധാരണ ഒരു കാർ ഒരു 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 ആ വഴിയിൽ എന്ന് പറഞ്ഞാൽ